അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ് ഗൈസ്. നമ്മൾ എങ്ങോട്ടാണ് ചേട്ടാ പോകുന്നത്? അതെ, തൃശ്ശൂരിന്റെ വളരെ സ്പെഷ്യൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമിനാണ് നമ്മൾ പോകുന്നത്. എന്താവുന്ന അറിയത്തില്ല, നമുക്ക് പോയി നോക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ ആദ്യം, ചേട്ടാ ആദ്യമായിട്ടല്ലേ, ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് കാണാൻ പോകട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്നെ അവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന്. ഞാൻ കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. അത്ര വലിയൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പൂരത്തിന് നമ്മൾ പോയി, പക്ഷെ എന്നാലും മറ്റേ പകൽപൂരത്തിനൊന്നും പോകാനൊന്നും ഉള്ള ശേഷി നമുക്കില്ല. അതൊക്കെ ഈ വിറകി കൊണ്ടൊക്കെ പറ്റുള്ളൂ. എന്നാൽ ഇത് ബ്ലോക്ക് ഉണ്ട്. ഇത് അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തിൻ്റെ ചുറ്റുമാണ് നമ്മളിപ്പോൾ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലായി കാണും അല്ലേ? അപ്പം ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ഇന്ന് ആനയൂട്ടാണ് കേട്ടോ. ആനയൂട്ട് അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആനയൂട്ട് കർക്കിടകം 1-ാം തീയതി ആണ് ആനയൂട്ട് നടത്തുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ. അപ്പോൾ അത് കാണാനാണ് നമ്മൾ പോകുന്നത്. ഇപ്രാവശ്യം ഇത് എനിക്ക് തോന്നുന്നു എത്രാമത്തെ തവണയാണ്. കറക്റ്റ്, എല്ലാം പഠിച്ചു. ഞാൻ പഠിക്കായിരുന്നു, കുറച്ചു നേരമായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തില്ല, ചേട്ടൻ ഓർത്തു. അപ്പൊ 43-ാമത്തെ ആനയൂട്ടാണ് ഈ വർഷം നടക്കുന്നത്. ഇതിന് പിന്നെ ഒരു കഥയൊക്കെ ഉണ്ട്. അതായത് 1982 ഏഷ്യാഡ് നടന്നായിരുന്നു. ചേട്ടൻ കഥ കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ചോദ്യം ചോദിക്കും. അപ്പൊ ഏഷ്യാഡ് നടന്നപ്പോ ഏഷ്യാഡിന് ഇവിടുന്ന് കുറെ ആനകളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആനകൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ആനകൾക്ക് വയ്യാണ്ടായി. 2-3 ആനകൾ ചെരിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സംഭവം ഉണ്ടായി. അപ്പൊ അതിനുശേഷം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആണ് അപ്പൊ നമ്മളിങ്ങനെ നേർച്ച പോലെ തരുമല്ലോ. അപ്പൊ അങ്ങനെ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ആനയൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുശേഷം എല്ലാ വർഷവും പിന്നെ ഇതൊരു പ്രോഗ്രാം പോലെ ഇങ്ങനെ നടത്താൻ തുടങ്ങി. അതാണ് അതിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്നാണ് ഞാൻ കണ്ടെത്തിയത്. സംഭവം കറക്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഇതേ വേറെ ആന. മൈ ഗോഡ്, ചുറ്റോട് ചുറ്റും ആനകളാണ് ഗൈസ്. അയ്യോ, തലയ്ക്ക് വേണ്ടവരെ ആനതൊക്കെ. അപ്പൊ ഇവിടെ ഭയങ്കര തിരക്കാട്ടോ, നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ട്. 7 മണിക്ക് ഗണപതി ഹോമം, അത് കഴിഞ്ഞ് 9 മണിക്ക് ആനയൂട്ട്. അതാണ് ഇവിടുത്തെ ടൈമിങ്. അപ്പൊ കാണാൻ നമുക്കൊരു ചേട്ടൻ എല്ലാം സെറ്റ് ചെയ്ത് തരാറ് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സംഭവം വെച്ചാല് ഞാൻ പോരാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ലേ. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമർ രാധാകൃഷ്ണനോട് ചേട്ടൻ, അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ വന്നാൽ മതി, നമുക്കെല്ലാം സെറ്റാക്കി തരാൻ പറ്റും, ഉള്ളിലൊക്കെ കയറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് പോന്നേക്കണേ. എന്താവെന്ന് അറിയില്ല, നല്ല തിരക്കാ. ഇത് നോക്കുമ്പോ റൗണ്ടിലൊക്കെ നല്ല ബ്ലോക്ക്, അമ്പലത്തിന്റെ ആ മൈതാനത്തൊക്കെ നല്ല ബ്ലോക്കാ. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഒക്കെ ആനയാ. അപ്പൊ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ആനയെ കാണിച്ചു തരാം. ദേ ആന. അപ്പൊ നമ്മുടെ ചുറ്റോട് ചുറ്റും ആനയാ. ബ്ലാക്ക് ഇട്ട് വന്നുകൊണ്ട് ആനേനെ എന്നെ കണ്ട തിരിച്ചറിയാൻ പറ്റാതെ ഞാൻ വരും ഇനി. അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയുന്നേ. ഇതേത് ആനയാന്ന് ചെവി ആടുന്നത് കണ്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കേരളത്തിലുണ്ടായിരിക്കും. അപ്പതേ ഇങ്ങനെ നമ്മുടെ ചുറ്റോട് ചുറ്റും ആനകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നല്ല ബ്ലോക്കും ഉണ്ട്. രസത്തിന്റെ കൂടെ പറയണ ഒരു 9 മണിക്കാണ് പ്രോഗ്രാം എന്നാണ് ഞാൻ അറിഞ്ഞത്, ഇങ്ങനെ അതിന്റെ സ്കെഡ്യൂള്. അപ്പൊ നമുക്ക് ഇപ്പൊ ഓൾറെഡി 8:30 കഴിഞ്ഞു. നമുക്ക് നോക്കാം. അപ്പൊ രാധാകൃഷ്ണൻ ചേട്ടനെ ഇതിനകത്തൊന്ന് കണ്ടുപിടിച്ച്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ ചേട്ടനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, പക്ഷെ ഞാൻ ആ ചേട്ടനെ കണ്ടിട്ടില്ല. അപ്പൊ ചേട്ടനെല്ലാം ശരിയാക്കി തരാൻ പറ്റിയാണ് ചേട്ടായി പറഞ്ഞിരിക്കുന്നത്. വെറുതെ നടന്ന് എനിക്കൊരു മോഹം ഉണ്ടാക്കി തന്നെ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാത്ത ഞാൻ ഇത് നേരത്തെ എഴുന്നേറ്റ് റെഡിയായി അമ്പലത്തിനകത്തൊക്കെ കയറ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. എനിക്ക് തൃശ്ശൂര് വന്ന സമയത്ത് തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാൽ എൻ്റെ 2 ഉദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു, ഒന്ന് ഗുരുവായൂർ അമ്പലം അകമൊക്കെ ഒന്ന് കാണണം എന്ന്, പിന്നെ ഒന്ന് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അകം കാണണം എന്ന്. അപ്പോൾ ഇതില് വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അകം അങ്ങനെയൊക്കെ നമുക്ക് റിലാക്സ് ആയിട്ട്, ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല ഭംഗിയാണ് ഇതിന്റെ അകമൊക്കെ കാണാൻ. അപ്പൊ അതങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അത് ഞാൻ വേറൊരു ദിവസം ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് എൻ്റെ ഒരു ഇതിലുള്ള കാര്യമാണ്. അപ്പൊ ഗുരുവായൂർ അമ്പലം അതുപോലെ, അതും എപ്പോൾ നടക്കുന്നൊന്നും അറിയില്ല. അത്രയും
ഇങ്ങനത്തെ ഫേമസ് ആയ സംഭവങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമല്ലോ നമുക്ക് ഇത്രയും അടുത്ത് കിട്ടുമ്പോൾ. അപ്പൊ അതുപോലെ ഒരു സംഭവമാണ് ഇത്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. തൃശ്ശൂർ പൂരം നമുക്കറിയാം, ഇതിനെപ്പറ്റി എനിക്ക് അത്ര ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം. നല്ല ആളും ഉണ്ട്, നല്ല ബ്ലോക്കും ഉണ്ട്, കുറെ ആനകളും ഉണ്ട്. എത്ര ആന കാണുമെന്ന് സാധാരണ 60ഓടടുത്തൊക്കെ ആനകൾ കാണാറുണ്ട് ഓരോ വർഷം. ആ ഒരു മിനിമത്തിൽ മാക്സിമത്തിലൊക്കെ എത്താം. നമ്മൾ ഈ പറഞ്ഞ ചേട്ടന്റെ അണ്ടറിലെ 9 ആന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ തന്നെ 9 ആനേനെയും കൊണ്ടായിരിക്കും വരുന്നത്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആനകൾ ഇതുപോലെ വരുന്നത് ഇവിടെയാണെന്നാണ് ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ആനകളെ നെറ്റിപ്പട്ടമൊന്നും ഇല്ലാണ്ട് അങ്ങനത്തെ ആടയാഭരണങ്ങളൊന്നും ഇല്ലാതെ കാണാൻ, അതിന്റെ ആനയുടെ അഴക് കാണാൻ ഏറ്റവും നല്ല ഒരു അവസരവും ഇതാണെന്നാണ് പറയുന്നത്. ദേ അവിടെയൊക്കെയാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇത് ആനയല്ല, ആ ചേട്ടനെയല്ല ഞാൻ ആനയായിട്ട് കാണിച്ച അതേ ബാക്കി ചെറുതായിട്ട് കാണാം. ഇനി ഇപ്പുറത്തെ സൈഡിലുണ്ട് നമ്മുടെ ചുറ്റും ആന. സത്യത്തിൽ എനിക്ക് ആനേനെ പേടിയാണ്, അതാണ് അതിൽ മെയിൻ കാര്യം. ആനേനെ എനിക്ക് പേടിയാണ്. ഞാൻ ഭയങ്കര ഒരു ആന ഫാനൊന്നും അല്ല, കാരണം എനിക്ക് ആനയെ പേടിയായതുകൊണ്ടാട്ടോ. അല്ലാതെ ആനയോട് എനിക്ക് വിരോധമൊന്നുമില്ല. ആനേനെ ദൂരെ നിന്നൊക്കെ കാണാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത്ര ഇങ്ങനെ അടുത്തൊക്കെ ചുറ്റും ഒക്കെ ആനേനെ കാണും. ഈശ്വര ഇനി രാത്രി ഞാൻ നല്ല സ്വപ്നം കാണുമോ. അപ്പൊ അങ്ങനെ നമുക്ക് എവിടെ വരെ കയറാൻ പറ്റുന്നൊക്കെ ഒന്ന് നോക്കാട്ടോ. എന്തായിരിക്കും ഇനിയിപ്പം വോയിസ് ഓവറൊന്നും ഇനിയിപ്പോൾ ഉടൻ ഇങ്ങനെ നേരെ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. കാണാൻ സാധ്യത കുറവാണ്, കാരണം നല്ല ആളുമുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പൊ ചേട്ടാ റെഡി അല്ലേ? ആദ്യം വണ്ടി ഇടാനുള്ള സ്ഥലം കിട്ടോ നോക്കട്ടെ. പോലീസ് ചേട്ടന്മാർ നിറച്ചുണ്ട്. വൈബ് പിടിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോ അത്യാവശ്യം നല്ല ബാക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലം വേറെ ഏതോ ദിക്കിലാണെന്ന് തോന്നുന്നു. ആ കൊള്ളാം, നല്ല രസമുണ്ട്. അങ്ങനെ മുല്ലപ്പൂക്കെ വാങ്ങിച്ചൂടി ഞാൻ എൻ്റെ തന്നെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ആനകളൊക്കെ ഇങ്ങനെ വരിയായിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കടക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. പടിഞ്ഞാറേ നടവഴി കയറി കിഴക്കേ നടവഴിയാണ് ആനകൾ ഇറങ്ങുക എന്നാണ് ഞാൻ കണ്ടത്. നോക്കാം. അങ്ങനെ തന്നെയാണ് കേട്ടോ. അതായത് പടിഞ്ഞാറേ നടവഴിയാണ് ആനകൾ കയറുക. അവിടുന്ന് അങ്ങനെ നേരെ പോയി ഈ ആനകൾ ആ പടിഞ്ഞാറേ നടവഴി കയറി ഗണപതി ഹോമമൊക്കെ പങ്കെടുത്ത് ഗണപതി ഹോമത്തിന് ശേഷം അവർ ഇങ്ങനെ ഈ ഗജപൂജയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ അണിനിരക്കും. അതായത് ഈ ഊട്ടിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഊട്ടൊക്കെ കഴിഞ്ഞിട്ട് അവർ നേരെ കിഴക്കേ നടവഴിയാണ് പുറത്തേക്ക് ഇറങ്ങുക. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിനകം ഇങ്ങനെ കയറി കാണുന്നത്. അപ്പോൾ ഇത് ഗണപതി ഹോമം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഗണപതി ഹോമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗജപൂജയൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസാദമൊക്കെയാണ് ആയിട്ടാണ് നമ്മൾ ഈ ആനകൾക്ക് കൊടുക്കാം. അപ്പോൾ 63 ആനകൾ ഈ കൊല്ലം പങ്കെടുക്കുന്നുണ്ട്. അതിൽ 9 പിടിയാനയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. 9ഓളം പിടിയാനയുണ്ട്. പിന്നെ ഈ ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആനകൾ ഇവിടെ ഉണ്ട്. അതായത് കേരളത്തിൻ്റെ മാത്രം ആനകളല്ല, ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആനകളുണ്ട്. അപ്പോൾ ഇത് ആനകൾക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സാണ് കേട്ടോ. പഴമുണ്ട്, ഓറഞ്ച്, പൈനാപ്പിള്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ, കുക്കുമ്പറൊക്കെ ഉണ്ട്. പിന്നെ ഇത് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വിജയ് യേശുദാസ്, ദിവ്യ പിള്ള, പിന്നെ നമ്മുടെ കളക്ടർ, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ 500 കിലോ അരിയാണ് ഈ ആനകൾക്ക് വേണ്ടിയിട്ട്. ഒരു 500 കിലോ അരിയുടെ ചോറും അതേപോലെ തന്നെ അതിൽ മഞ്ഞൾ, തേന്, ശർക്കര, അങ്ങനെ കുറേ സാധനങ്ങൾ, ഔഷധ കൂട്ടുകളൊക്കെ മിക്സ് ചെയ്ത് ഉരുളകളാക്കിയിട്ടാണ് ഈ ആനകൾക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ഓരോ ഉരുള വെച്ചിട്ട് ഓരോ ആനയ്ക്കും കൊടുക്കും. അങ്ങനെ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ നമുക്കും ഫീഡ് ചെയ്യാം കേട്ടോ. ആനകൾക്ക് നമുക്കും കൊടുക്കാം. അതായത് അവരുടെ ആ ഒരു ഫസ്റ്റ് ഉരുളകൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനും ഒരു കുക്കുമ്പർ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഞാനും എടുത്ത് പോയായിരുന്നു കേട്ടോ ഒരു ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എനിക്ക് അതിനകത്ത് വെച്ചിട്ട് ആനയ്ക്ക് അന്നേരം കൊടുക്കാൻ പറ്റില്ല. കാരണം കുറച്ച് ലേറ്റായി പോയതും കൊണ്ട് ആനകളെ പുറത്തേക്ക് പെട്ടെന്ന് തന്നെ അവർ ഇറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ എനിക്കൊന്നു ഈ പുറത്ത് കാണുന്ന നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ കാണുന്ന പോലെ തന്നെ
ആൾക്കാരായിരുന്നു അമ്പലത്തിനകത്തും. കാരണം അമ്പലത്തിനകത്തേക്ക് കയറാൻ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന അങ്ങനെ കുറച്ച് അതിനോടൊരു കമ്പം ഉള്ളവരൊക്കെ അമ്പലത്തിനുള്ളിലേക്ക് കയറി. അപ്പം അതുകൊണ്ട് ഈ ആനകൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സമയം കഴിഞ്ഞു. അപ്പോൾ അവർ ആൾക്കാരെ എല്ലാം ഇറക്കാൻ തുടങ്ങി. പക്ഷേ നമുക്കൊരു ഇത് കിട്ടിയതെന്ന് വെച്ചാൽ ഈ കിഴക്കേ നടവഴിയാണ് കേട്ടോ നമ്മളെയും ആൾക്കാരെ ഇറക്കി വിട്ടത്. അപ്പോൾ അതൊരു ഭയങ്കര രസമുള്ളതായിരുന്നു. ഇങ്ങനെ ആ ഒരു ചെറിയ ആ ഒരു ഇതിലൂടെ ഈ ആനകൾ ഇറങ്ങി വരുന്ന പൂരത്തിനൊക്കെ ആനകൾ ഇറങ്ങി വരുന്ന ആ ഒരു നടക്കകത്തൂടെ തന്നെയാണ് നമ്മളും പുറത്തേക്ക് ഇറങ്ങിയത്. ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. എല്ലാവരും എപ്പോഴെങ്കിലും ഒന്ന് പോയി ഇത് കാണണം. ഇത് ഞാൻ പുറത്തേക്ക് വന്ന ആനയുടെ പാപ്പാൻ ചേട്ടനോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കുക്കുമ്പർ ഞാൻ കൊടുത്തു കേട്ടോ. എനിക്ക് അപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. അതുവരെ എനിക്കൊരു വിഷമമായിരുന്നു, അതിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. നല്ല തിരക്കും നല്ല ബ്ലോക്കും. പക്ഷെ നമുക്ക് കുറേ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ആനയോടൊപ്പം അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. ചേട്ടായി താങ്ക് യു. ചേട്ടായി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കുറേ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.